മൊഡ്യൂൾ 2-ലെ ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഇസ് നോർമൻ കോൺക്വസ്റ്റ്. നോർമൻ കോൺക്വസ്റ്റ് ഹാപ്പൻഡ് ഇൻ 1066. വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ഹെറോൾഡ് ഗോഡ്വിൻസണിനെ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സിൽ വെച്ച് ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആംഗ്ലോ സാക്സൺ റൂള് ഇംഗ്ലണ്ടിൽ എൻഡായി ആൻഡ് നോർമൻ റൂള് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ വില്യം ദ കോൺഗറർ ആണ് കിങ് ഓഫ് ഇംഗ്ലണ്ട് ആയിട്ട് പിന്നീട് മാറുകയും ഒരു ന്യൂ റൂളിംഗ് ഡൈനാസ്റ്റി അദ്ദേഹം കൊണ്ടുവന്നു. ഈ ഒരു കോൺക്വസ്റ്റ് ഇംഗ്ലണ്ടിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ മാറ്റി, ഫ്യൂഡലിസം എന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആംഗ്ലോ സാക്സൺ നോബിൾസിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് നോർമൻ നോബിൾസ് എല്ലാം വരാൻ തുടങ്ങി. അവരെല്ലാം വില്യമിനടുത്ത് അല്ലെങ്കിൽ രാജാവിൻ്റെ അടുത്ത് കൂറുള്ളവരായിരുന്നു. ദ ഡോംസ് ഡേ ബുക്ക് എന്നും പറഞ്ഞ് 1086 ഒരു വർക്ക് കമ്പൈൽ ചെയ്തു. അതിനകത്ത് ലാൻഡ് ഓണർഷിപ്പിനെ കുറിച്ചും ടാക്സേഷനെ കുറിച്ചും മാത്രമായിരുന്നു. കാസിൽസ് എല്ലാം ബിൽഡ് ചെയ്തു ഇംഗ്ലണ്ടിൽ അക്രോസ്. ആൻഡ് ഇത് നോർമൻ പവറിനെയാണ് ഇത് കാണിക്കുന്നത്. ഈ ഒരു കോൺക്വസ്റ്റ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു ലോ, കൾച്ചർ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫൗണ്ട്ലി അഫക്റ്റഡ് ആയി. ഫ്രാൻസ് ആയി അല്ലെങ്കിൽ ഫ്രഞ്ച് ആയി ലാംഗ്വേജ് ഓഫ് ദ കോർട്ട്. ആംഗ്ലോ സാക്സൺ പിന്നീട് നോർമൻ ഫ്രഞ്ചുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് മിഡിൽ ഇംഗ്ലീഷ് വരുന്നത്. ഓക്കെ, അതായത് ഓൾഡ് ഇംഗ്ലീഷും നോർമൻ ഫ്രഞ്ചിൻ്റെയും കൂടെ മിക്സ് ആണ് മിഡിൽ ഇംഗ്ലീഷ്. ചർച്ച് വാസ് റീഓർഗനൈസ്ഡ് അണ്ടർ നോർമൻ ഇൻഫ്ലുവൻസ്. മെനി ഇംഗ്ലീഷ് മൊണാസ്ട്രീസിനെ റീബിൽഡ് ചെയ്തു. ആൻഡ് ലാൻഡ് ഹോൾഡിംഗ് ഉണ്ടല്ലോ, അത് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആയി. അതായത് നോർമൻസ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റുകൾ, ലാർജ് എസ്റ്റേറ്റ്സ് നോർമൻസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. മിലിറ്ററി സിസ്റ്റം റീഓർഗനൈസ്ഡ് ആയി. നോർമൻ സർനെയിംസും ടൈറ്റിൽസും കോമൺ ആയി മാറി ഇംഗ്ലണ്ടിൽ. അങ്ങനെ ഇംഗ്ലണ്ട് കുറച്ചും കൂടി എന്തായി മാറി, യൂറോപ്പിൻ്റെ അടുത്തോട്ട് പൊളിറ്റിക്കലി ആൻഡ് കൾച്ചറലി കുറച്ചും കൂടി കണക്റ്റഡ് ആയി മാറി. നോർമൻ ലീഗൽ ലോസ് ഒക്കെ കൊണ്ടുവന്നു. പിന്നെന്താണ്, ഈ നൈറ്റ്സ് ഉണ്ടല്ലോ, KNIGHTS, അവരുടെ ഒരു റൂളൊക്കെ വരാൻ തുടങ്ങി നോർമൻ കൾച്ചറിൽ. അതായിരുന്നു അങ്ങനെ ഇംഗ്ലണ്ടിൽ അത് വരാൻ തുടങ്ങി. അരിസ്റ്റോക്രസി ലാർജ്ലി സ്പോക്ക് ഫ്രഞ്ച്. കോമൺ പീപ്പിൾ ഓൾഡ് ഇംഗ്ലീഷ് സംസാരിച്ചു. പിന്നെ നോർമൻ ഫ്രഞ്ച് ഒരുപാട് ന്യൂ വേർഡ്സ് ഇംഗ്ലീഷ് വൊക്കാബുലറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ ഇൻഡയറക്ട്ലി എൻകറേജ് ചെയ്തിരുന്നു ഈ ഒരു കോൺക്വസ്റ്റ്. ഓക്കെ, അത് മാത്രമല്ല ഈ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റും കൂടി ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് മിഡിൽ ഇംഗ്ലീഷ് ആണ്. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 1100 to 1500 ആ ഒരു ടൈം സ്പാനിലാണുള്ളത്. നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഓൾഡ് ഇംഗ്ലീഷും നോർമൻ ഫ്രഞ്ചും കൂടി മിക്സായി. അങ്ങനെയാണ് മിഡിൽ ഇംഗ്ലീഷ് വന്നത്. ഏർലി മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് റീജിയണൽ വൈസ് ആയിട്ടുള്ള ഡയലക്റ്റിൽ മിക്സ് ആയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാലും കോർട്ടിലും ഒക്കെ ഫ്രഞ്ച് ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, ചർച്ചിൽ ലാറ്റിനും. അപ്പം മിഡിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നോർമൽ പീപ്പിൾ യൂസ് ചെയ്തിരുന്നു. ഗ്രാജുവലി ഇംഗ്ലീഷ് ഒരു ലിറ്റററി ലാംഗ്വേജ് ആയിട്ട് 14th സെഞ്ച്വറിയിലാണ് വന്നത്. മിഡിൽ ഇംഗ്ലീഷ് വൊക്കാബുലറിക്കകത്ത് കൂടുതലും ബോറോയിങ്സ് ഉണ്ടായിരിക്കുന്നത് ഫ്രഞ്ച് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജസിൽ നിന്നാണ്. ആൻഡ് ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ് പോലും മിഡിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് റിലീജിയസ് ലിറ്ററേച്ചറിനകത്ത് വളരെ മിഡിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് വളരെ റിലീജിയസ് ലിറ്ററേച്ചർ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത്. സെയിൻസിന്റെ ലൈഫ്സ്, അതായത് സന്യാസിമാരുടെ ജീവിതവും അവരുടെ ബയോഗ്രഫി, അതായത് ഹെഗിയോഗ്രഫീസ് ഒക്കെ ഒരുപാട് ഇറങ്ങാൻ തുടങ്ങി. ആൻഡ് അലിഗോറിക്കൽ പോയട്രി ഫ്ലറിഷ് ചെയ്തു. ആൻഡ് അലിഗോറിക്കൽ പോയട്രി ആണെന്നുണ്ടെങ്കിലും അതിന് മെസ്സേജസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഡൈഡാക്റ്റിക് ടോൺ ആയിരുന്നു. മോറൽ മെസ്സേജസ് അല്ലെങ്കിൽ സ്പിരിച്വൽ മെസ്സേജസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിയേഴ്സ് ഫ്ലോമാൻ ബൈ വില്യം ലാംഗ്ലൻഡ്. അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ അലിഗറി എന്ന് പറയുന്നത്. സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ആയിരുന്നു അത്. കോട്ട്ലി ലവ് പോയട്രിയും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ കിങ് ആർതറിന്റെ ലെജൻഡ്സ് അല്ലെങ്കിൽ ലെജൻഡറി സ്റ്റോറീസ് ഒക്കെ റൊമാൻസസ് വഴി പോപ്പുലറായി. മിസ്റ്ററി, മിറക്കിൾ ആൻഡ് മൊറാലിറ്റി പ്ലേസ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ എമേർജ്ഡ് ആയി. അത് നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. സെക്യുലർ പോയട്രി വന്നു, സറ്റയർ വന്നു, റിലീജിയസ് റൈറ്റിംഗ്സിന്റെ അലോങ് സൈഡ്. പിന്നെ സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എന്നുള്ള വർക്ക് വന്നു. ജോൺ ഗോവർ ആണ് അത് എഴുതിയിരുന്നത് ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജിൽ. പിന്നെ ചോസറിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് ലിറ്റററി ലാംഗ്വേജിന്റെ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷൻ നേടിക്കൊടുത്തു. ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് വേർഡ്സിൽ കൂടുതലും നമ്മൾ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അലിട്രേഷൻ, റൈം ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള മീറ്റേഴ്സ്. മിഡിൽ ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് ഡയലക്റ്റിക്കൽ വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റീജിയണൽ ഡയലക്ട്സ് ഒക്കെ ഒരുപാട് വരുന്നെന്ന്. നോർത്തേൺ മിഡിൽ ഇംഗ്ലീഷ്, വെസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ഉണ്ടായിരുന്നു, ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ഉണ്ടായിരുന്നു, കെന്റിഷ് ഡയലക്റ്റ് ഉണ്ടായിരുന്നു, സദേൺ ഡയലക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് പ്രോസ് ഡെവലപ്ഡ് ആയി. ബൈബിളിന്റെ ട്രാൻസ്ലേഷൻസ് ഇംഗ്ലീഷിലോട്ട് വരാൻ തുടങ്ങി. എസ്പെഷ്യലി ജോൺ വെക്ലിഫ് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്.
മൊറാലിറ്റി, റിലീജിയൻ, സോഷ്യൽ ക്ലാസ്, ലവ്, ഇതൊക്കെ തീംസ് ആയിട്ട് വരാൻ തുടങ്ങിയ വർക്കിൽ. ആൻഡ് ലാംഗ്വേജ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് ആണ് കുറച്ചും കൂടി നമ്മുടെ മോഡേൺ ഇംഗ്ലീഷുമായിട്ട് ക്ലോസർ ആയിട്ട് നിൽക്കുന്നത്. ബൈ 1500 ആയപ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഒരു ലിറ്റററി ലാംഗ്വേജ് ആയിട്ട് ഫേം ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അടുത്തത് മെഡീവൽ റൊമാൻസസ് ആണ്. മെഡീവൽ റൊമാൻസസ് എന്ന് വെച്ചാൽ നറേറ്റീവ് പോവംസ് അല്ലെങ്കിൽ പ്രോസ് ടെയിൽസ് ഫ്രം 12th to 15th centuries. ഈ മെഡീവൽ റൊമാൻസിനകത്ത് പേര് പോലെ തന്നെ ലവ്, അഡ്വഞ്ചർ, ഷിവൽറി ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഹീറോസ് എന്ന് പറയുന്നത് നൈറ്റ്സ് ആയിരുന്നു. അവർ മോറൽ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ജേണിക്ക് വേണ്ടി അങ്ങ് പുറപ്പെടും. പുറപ്പെടുന്ന ആ ജേണിയിൽ വെച്ചിട്ടായിരിക്കും അവരുടെ ലേഡി ലവിനെ അവർ മീറ്റ് ചെയ്യുന്നതും. പിന്നെ ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. കെൽറ്റിക്, ഫ്രഞ്ച് ആൻഡ് ക്ലാസിക്കൽ സ്റ്റോറീസ് ആയിരുന്നു കൂടുതലായിട്ട് ഈ റൊമാൻസസിനകത്ത് വന്നുകൊണ്ടിരുന്നത്. കിങ് ആർതർ ആൻഡ് ദി നൈറ്റ്സ് ഓഫ് ദി റൗണ്ട് ടേബിൾ ആണ് സെൻട്രൽ ഫിഗേഴ്സ് ആയിട്ട് ഈ റൊമാൻസിനകത്ത് വന്നുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ്. ഗ്രെയിലിന് വേണ്ടിയുള്ള ക്വസ്റ്റ് ആയിരുന്നു റിക്കറിംഗ് ആയിട്ട് ഇതിനകത്ത് വന്നുകൊണ്ടിരുന്ന തീം. റൊമാൻസസ് മാജിക്കൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഈ നൈറ്റ്സ് എന്ന് പറയുന്ന ലോയൽ, ഓണർ ആൻഡ് സർവീസ് ടു വിമൻ, അങ്ങനൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ റൊമാൻസസ് ആദ്യമേ വേർഡ്സിലാണെങ്കിൽ പിന്നീട് പ്രോസിൽ എഴുതാൻ തുടങ്ങി. ആൻഡ് ഓൾസോ കോട്ട്ലി ലവിനെ വളരെയധികം പ്യുവർ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും ഒരു സ്പിരിച്വൽ ഡിവോഷൻ പോലെ കൺസിഡർ ചെയ്തു. റൊമാൻസസിനകത്ത് ക്രിസ്ത്യൻ മൊറാലിറ്റിയെക്കുറിച്ചും പേഗൻ വേർഷിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. ഒരു നൈറ്റ് ഒരു അഡ്വഞ്ചറിന് വേണ്ടി രാജാവ് പറഞ്ഞു വിടുന്നു. അയാൾ ജയൻസുമായിട്ടും ഡ്രാഗൺസുമായിട്ടും വേറെ നൈറ്റ്സുമായിട്ടും ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് സ്ത്രീകൾ വരും. അവരെന്ന് പറയുന്നത് ടെംപ്ട്രസിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രൈസ് പോലെയൊക്കെയാണ് സ്ത്രീകൾ ഇതിനകത്ത് റോള് പ്ലേ ചെയ്തിരുന്നത്. സർ ഗവേൻ ആൻഡ് ഗ്രീൻ നൈറ്റ് ആണ് ഒരു ക്ലാസിക്കൽ ഇംഗ്ലീഷ് റൊമാൻസ്. പിന്നെ റൊമാൻസിനകത്ത് നമുക്ക് നൈറ്റ്ലി ഐഡിയാസ്, ഫ്യൂഡൽ സിസ്റ്റം ഇതൊക്കെ കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ അവരുടെ തന്നെ ഹീറോയിക് ഡീഡ്സിനെ കുറിച്ചുള്ള പാട്ടുകളും ഉണ്ട് ഇതിനകത്ത്. റൊമാൻസ് ലിറ്ററേച്ചർ വഴി കുറച്ച് മിത്തിക്കൽ ആയിട്ടുള്ള എലമെന്റ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. റിലീജിയസ് എലമെന്റ്സും ഉണ്ട്. ചില റൊമാൻസസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രഞ്ച് സ്റ്റോറീസിൽ നിന്നും ട്രാൻസ്ലേറ്റഡ് അല്ലെങ്കിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു റൊമാൻസ് ആണ് നമ്മുടെ സ്പെൻസർ എന്നുള്ള ഇംഗ്ലീഷ് പോയിറ്റിനെ ഫെയറി ക്വീൻ എന്നുള്ള വർക്ക് എഴുതാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തത്. ഇതിനകത്ത് ഫാന്റസിയും ഉണ്ട്, ഹീറോയിസും ഉണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു സർ ഗവേൻ ആൻഡ് ഗ്രീൻ നൈറ്റ് എന്നുള്ളതാണ് നല്ലൊരു മെഡീവൽ റൊമാൻസിന് എക്സാമ്പിൾ. ഇനി ഇതിന്റെ സ്റ്റോറി ഒന്ന് നമുക്ക് കേൾക്കാം. കിങ് ആർതറിന്റെ, ഞാൻ പറഞ്ഞല്ലോ, കിങ് ആർതറും അദ്ദേഹത്തിന്റെ നൈറ്റ്സും എപ്പോഴും മിക്കവാറുള്ള റൊമാൻസസിനകത്ത് അതാണ് വരുന്നത്. എന്നിട്ട് അവരൊരു ജേണിക്ക് അങ്ങ് പോകുന്നു. അപ്പോൾ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് കിങ് ആർതറിന്റെ കോർട്ടിലാണ്. ക്രിസ്മസ് ടൈമാണ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഗ്രീൻ നൈറ്റ് അദ്ദേഹത്തിന്റെ നൈറ്റ്സിനെ ചലഞ്ച് ചെയ്യുവാണ് ഒരു ബിഹെഡിങ് ഗെയിമിന്. അതായത് തലവെട്ടുന്നു. വൺ നൈറ്റ് മേ സ്ട്രൈക്ക് ഹിം ബട്ട് മസ്റ്റ് അക്സെപ്റ്റ് ദ സെയിം ബ്ലോ ഇൻ റിട്ടേൺ ഇൻ എ ഇയർ ആൻഡ് എ ഡേ. സർ ഗവേൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഗ്രീൻ നൈറ്റിനെ ബിഹെഡ് ചെയ്യുന്നു, തലവെട്ടുന്നു. ബട്ട് ദ ലാറ്റർ, അതായത് ഒരാൾ ഇപ്പം അതായത് ഈ ഗ്രീൻ നൈറ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു നൈറ്റ് അപ്പിയർ ചെയ്യുന്നു ഓരോ സ്ഥലങ്ങളിൽ. അയാൾ എന്നിട്ട് ചലഞ്ച് ചെയ്യുവാണ് അവിടെയുള്ള നൈറ്റ്സിനെ. ആ സ്ഥലത്തെത്തുന്നു, എന്നിട്ട് അവിടെ ഉള്ള നൈറ്റ്സിനെ ചലഞ്ച് ചെയ്യുവാണ്. അപ്പോൾ കിങ് ആർതറിന്റെ കോർട്ടിലെത്തുന്നു. നൈറ്റ്സിനെ ചലഞ്ച് ചെയ്യുന്ന ഗെയിം ഇതാണ് ബിഹെഡിങ് ഗെയിം എന്നാണ് പറയുന്നത്. വൺ നൈറ്റ്, അതായത് ഇവിടെ ഉള്ള ഒരു നൈറ്റിന് ഇയാളെ തലവെട്ടാം, ഗ്രീൻ നൈറ്റിന്റെ തലവെട്ടാം. പക്ഷെ ഈ തലവെട്ടൽ തിരിച്ചു ഇയാൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ സർ ഗവേൻ എന്ന് പറഞ്ഞൊരു നൈറ്റ് കിങ് ആർതറിന്റെ നൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഗ്രീൻ നൈറ്റിന്റെ തല വെട്ടുന്നു. പക്ഷേ ഈ ഗ്രീൻ നൈറ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളുടെ തല പിക്ക് ചെയ്തിട്ട് ഇയാളുടെ കഴുത്തേൽ അങ്ങ് വെക്കുവാണ്. അതായത് സ്വയം തല വെട്ടി, അതായത് മറ്റേയാൾ വെട്ടിക്കളഞ്ഞ തല എടുത്തിട്ട് ഇയാൾ കഴുത്തിൽ ഫിറ്റ് ചെയ്തിട്ട് പറയുന്നു ഗവൈൻ്റെ തല വെട്ടിത്തരാൻ പറയുന്നു. ഓക്കെ, അങ്ങനെ ഗവൈൻ ഒരു വർഷത്തിനുള്ളിൽ ഇത് ചെയ്യണം. ഗവൈൻ അങ്ങനെ ഒരു ജേണിക്ക് പോവാണ്. എ ഇയർ ലേറ്റർ എല്ലാ ഹാർഡ്ഷിപ്സും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ഒരു കാസിൽ കണ്ടുപിടിക്കുവാണ്. ആ കാസിൽ ഒരു ലോഡും അയാളുടെ വൈഫും ഉണ്ട്. ഈ ലോഡ് ഡെയിലി ഹണ്ട് ചെയ്യും. അങ്ങനെ ഗവൈൻ ആ കാസിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വിന്നിങ്സ് എക്സ്ചേഞ്ച് ചെയ്യും. ഈ ലേഡി എന്ത് ചെയ്യും, ഗവൈനെ ടെംപ്റ്റ് ചെയ്യാൻ നോക്കും. ഉമ്മയൊക്കെ, അതായത് കിസ്സസ് ഒക്കെ കൊടുക്കും. വിച്ച് ഹി ഓണസ്റ്റ്ലി എക്സ്ചേഞ്ചസ് വിത്ത് എ ലോഡ്. പക്ഷേ ഈ ലോഡിൻ്റെ അടുത്ത് ഗവൈൻ എല്ലാം തുറന്നു പറയും. അങ്ങനെ ഇയാൾക്കൊരു മാജിക്കൽ ഗ്രീൻ ഗേർഡിൽ ആര് കൊടുക്കും, ഈ സ്ത്രീ കൊടുക്കും, ടു പ്രൊട്ടക്ട് ഹിസ് ലൈഫ്. അങ്ങനെ ഗവൈൻ ആ ഒരു ഗേർഡിൽ എടുത്തിട്ട് സീക്രട്ടായിട്ട് വെക്കും. ഗ്രീൻ ചാപ്പലിൽ ഗവൈൻ എന്താണ്, ഗ്രീൻ നൈറ്റിനെ ഫേസ് ചെയ്യുന്നു. ഹു റിവീൽസ് ഹിംസെൽഫ് ആസ് ദി കാസിൽ ലോർഡ് ടെസ്റ്റിംഗ് ഗവൈൻസ് ഓണർ. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ നൈറ്റ് എന്ന് പറഞ്ഞ ആള് ഈ കാസിലെ ലോർഡ് തന്നെയായിരുന്നു.
ഈ ഗവൈൻ്റെ ഓണർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഗവൈന് പക്ഷെ ഒരു കുറ്റബോധം വരും, ഇയാൾ ഈ മാജിക്കൽ ഗേർഡിലെടുത്ത് ഒളിപ്പിച്ച് വെച്ചത്. അങ്ങനെ ആർതറിൻ്റെ കോർട്ടിൽ, രാജാവിൻ്റെ കോർട്ടിൽ ഇദ്ദേഹം പോകുന്നു. ഇതാണ് ഈ ഒരു ഇതിനകത്ത് സംഭവിക്കുന്നത്, സർ ഗവൈൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റിനകത്ത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ജോഫ്രി ചോസറും അദ്ദേഹത്തിൻ്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻസുമാണ്. ചോസറിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാൻറ്റർബറി ടെയിൽസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോസറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ചോസർ ഈസ് കോൾഡ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. അദ്ദേഹം ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റിലും മിഡിൽ ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതുന്നത്. കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്. കാൻറ്റർബറി ടെയിൽസ് എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. കുറേ പിൽഗ്രിംസ് കാൻറ്റർബറി എന്നുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. സോ അവരെല്ലാവരും ബോർഡം മാറ്റാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ 2 സ്റ്റോറീസ്, ഇങ്ങോട്ട് പോകുമ്പോൾ 2 സ്റ്റോറീസ് പറയാമെന്ന് എന്ത് ചെയ്യാണ്, ഒരു ഗെയിം പോലെ അങ്ങ് ചെയ്യുവാണ്. എല്ലാ സൊസൈറ്റിയിലെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സെക്ഷൻസിൽ നിന്നും ഉള്ള മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് സറ്റയറും ഹ്യൂമറും റിയലിസവും എല്ലാം ഉണ്ട്. ഓരോ ആളുകൾ, അതായത് ഒരു 10-29 പിൽഗ്രിംസ് ഉണ്ട്. അവർ ഓരോരുത്തരും 2 സ്റ്റോറി വീതം പറയണം. ഓക്കെ, അയാംബിക് പെൻഡമീറ്ററിലും ഹീറോയിക് കപ്ലറ്റിലുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു ഫ്രെയിംഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്, കഥയ്ക്കുള്ളിലെ കഥയാണ്. ഓക്കെ, സീരിയസ്നെസ്സും കോമഡിയും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. കാൻറ്റർബറി ടെയിൽസ് 1387 to 1400 ചോസർ എഴുതിയിരുന്നത്. ഇതൊരു ഫ്രെയിം നറേറ്റീവാണ്. ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് കാൻറ്റർബറി എന്നുള്ള സ്ഥലത്തോട്ട് പോകുന്നു. അവരവിടെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈൻ കാണാൻ വേണ്ടിയാണ്. അവിടെ വിസിറ്റ് ചെയ്യാൻ പിൽഗ്രിമേജിന് പോവുകയാണ്. അപ്പോൾ ഇവർ ഈ ജേർണി ബിഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഹോസ്റ്റിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് വർക്കിലുള്ള തബാഡിനാണ്. അവിടെയാണ് പിൽഗ്രിംസ് എല്ലാം ഗ്യാദർ ചെയ്ത് താമസിച്ചിട്ടാണ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പിൽഗ്രിമേജ്. ഈ ഹോസ്റ്റാണ് ഹാരി ബെയ്ലി എന്നാണ് ഹോസ്റ്റിൻ്റെ പേര്. ഹാരി ബെയ്ലി പറയുന്നു ഒരു സ്റ്റോറി ടെല്ലിംഗ് കോൺടെസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓരോ പിൽഗ്രിമും 2 ടെയിൽ വീതം ഓൺ ദ വേയും പിന്നെന്താ ടു ആൻഡ് ഫ്രോ പറയണം എന്ന് പറയുന്നു. അങ്ങനെ 30 പിൽഗ്രിം ഉണ്ട്, 29 അല്ല 30 പിൽഗ്രിംസോളം ഉണ്ട്. എല്ലാവരും അവരുടെ സ്റ്റോറീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല. ഓരോ ക്യാരക്ടറും ഓരോ സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഉണ്ട്, വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, പിന്നെ പാർഡണർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, പാർസൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, മില്ലറുണ്ട്, ഇത്രയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റൊമാൻസ്, ഫേബിൾസ്, ആലിഗറി, സെർമൺ ഇതെല്ലാം ഉണ്ട്. തുടങ്ങുന്നത് നൈറ്റ് സ്റ്റൈലിലാണ്. ഒരു നൈറ്റാണ് ആദ്യത്തെ സ്റ്റോറി പറയുന്നത്, ഷിവൽറിയുടെ റൊമാൻസിൻ്റെ. പിന്നെ ഒരു മില്ലർ സ്റ്റൈലുണ്ട്, അതൊരു കുറച്ച് കോമിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് മില്ലർ സ്റ്റൈലിനകത്ത് പറയുന്നത്. മില്ലർ പറയുന്ന കഥയെന്ന് വെച്ചാൽ കോമിക്കലായിട്ടുള്ള, അയാൾ ക്ലർക്കിനെയൊക്കെ മോക്ക് ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്. വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, അവരുടെ യഥാർത്ഥ പേര് ആലിസൺ എന്നാണ്. അവർ മാരേജിനെ കുറിച്ചും ഫീമെയിൽ അതോറിറ്റിയെ കുറിച്ചും ഒക്കെ പറയുന്നു. പിന്നെ ഒരു പാർഡനറുണ്ട്. പാർഡനർ എന്ന് പറയുന്നത് അതായത് എന്താണ്, ഗ്രീഡിനെ കണ്ടം ചെയ്ത് പറയുവാണ്, അത്യാഗ്രഹത്തിന്. പിന്നെ ഒരു പാർസൺ ഉണ്ട്. പാർസൺ എന്ന് പറയുന്ന ആള് മോറൽ സെർമണെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കോമിക്, ട്രാജിക്, മോറൽ, സറ്റേറിക്കലായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടെയിൽസ് പറയുവാണ് ഈ പിൽഗ്രിംസ്. ചോസറും അതിനകത്തൊരു ക്യാരക്ടറായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ദ പ്രൊലോഗ് എന്ന് വിളിക്കുന്നത്, PROLOGUE. അത് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഈ വർക്ക് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ചേർച്ചിനെ, കറപ്ഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതുണ്ട്, സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ക്രിറ്റിസിസം പോലെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്, ചോസർ അയാംബിക് പെൻഡമീറ്റർ യൂസ് ചെയ്തിട്ടും റൈമിംഗ് കപ്ലറ്റ് യൂസ് ചെയ്തിട്ടുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുതിയിരിക്കുന്ന ഡയലക്റ്റ് മിഡിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഈസ്റ്റ് മിഡ്ലൻഡ് ഡയലക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കാൻറ്റർബറി ടെയിൽസ് ആണ് ഇദ്ദേഹത്തിന് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തത്. നെക്സ്റ്റ് വില്യം ലാംഗ്ലാൻഡ് ആണ്. വില്യം ലാംഗ്ലാൻഡ് ഒരു മിഡിൽ ഇംഗ്ലീഷ് പോയറ്റ് ആണ്, പ്രോബബ്ലി ഫ്രം വെസ്റ്റ് മിഡ്ലൻഡ് ഏരിയ. മേജർ വർക്ക് പിയേഴ്സ് ഫ്ലോമൻ ആണ്. ഗ്രേറ്റസ്റ്റ് അലിഗോറിക്കൽ പൂവമാണിത്. ഒരു അലിട്രേറ്റീവ് വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. 3 വേർഷൻ ഉണ്ട് ഇതിന്, A, B ആൻഡ് C. ഒരു ഡ്രീം കാണുന്നു, ആ ഡ്രീമിനകത്ത് കാണുന്ന എന്താണോ അതാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. നറേറ്റർ വില്ലെന്നാണ് പേര്. ഇതിനകത്ത് സെൻട്രൽ ഫിഗർ പിയേഴ്സ് ദ ഫ്ലോമൻ ആണ്. അയാളൊരു ഐഡിയൽ ക്രിസ്ത്യൻ മാൻ ആണ്, ഒരു ക്രൈസ്റ്റ് ലൈക്ക് ഫിഗർ. ഈ പോവം ക്രിട്ടിസൈസ് ചെയ്യുന്ന ചർച്ചിന്റെ കറപ്ഷനെയാണ്, എസ്പെഷ്യലി ഗ്രീഡി ആയിട്ടുള്ള പുരോഹിതന്മാരെ, പ്രീസ്റ്റുകളെയൊക്കെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കിങ്സ്, ലോയേഴ്സ്, റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലെ കറപ്ഷൻ.
14th സെഞ്ചുറി ഇംഗ്ലണ്ടിലെ കോമൺ പീപ്പിളിൻ്റെ കൺസേൺസിനെയാണ് ഇത് കാണിക്കുന്നത്. സാൽവേഷൻ, ക്രിസ്ത്യൻ ഡ്യൂട്ടി, സിന്ന്, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെയാണ് തീംസ്. ട്രൂത്തിനെയൊക്കെ ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിയേഴ്സ് എന്നുള്ള ക്യാരക്ടർ ഇവിടെ ടീച്ച് ചെയ്യുന്നത് ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഓണസ്റ്റ് വർക്കിലൂടെയും ചാരിറ്റിയിലൂടെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന്. ഈ ഹിപ്പോക്രസി, ഗ്രീഡ് ഇതിനെയെല്ലാം പോയം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ 7 ഡെഡ്ലി സിൻസും ഇതിനകത്ത് ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. പിന്നെന്താണ്, ലാംഗ്ലാൻഡിലെ ലാംഗ്വേജ് വളരെ പവർഫുള്ളാണ്, മൊറാലിസ്റ്റിക് ആണ്, അല്ലാതെ റൊമാൻറ്റിക്കോ കോട്ട്ലി ഒന്നും അല്ല. ഇത് വളരെ ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഓക്കെ, പിന്നെ വളരെ ടോൺ എന്ന് പറയുന്നതും സീരിയസ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു 50 സർവൈവിങ് മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ ഇതൊരു സ്പിരിച്വൽ വിഷനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ജോൺ ഗോവർ ആണ്. ചോസറിൻ്റെ കണ്ടംപററി ആണ്. ലാറ്റിൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട്. മേജർ ഇംഗ്ലീഷ് വർക്ക് എന്ന് പറയുന്നത് കൺഫെഷ്യോ അമാൻഡസ് എന്നാണ്. കൺഫെഷ്യോ അമാൻഡസ് എന്ന് വെച്ചാൽ ദ ലവേഴ്സ് കൺഫെഷൻ. 33 ലൈൻസ് നീളമുള്ളൊരു ലോങ് പോമാണ്. ഒക്ടോസിലബിക് കപ്ലറ്റ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ലവറും ഒരു ജീനിയസും തമ്മിലുള്ള, ജീനിയസ് എന്ന് വെച്ചാൽ വീനസിൻ്റെ പ്രീസ്റ്റ്, വീനസ് എന്ന് വെച്ചാൽ ഗോഡസ് ഓഫ് ലവ്, വീനസിൻ്റെ പ്രീസ്റ്റ് ആയിട്ടുള്ള ജീനിയസും ലവറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലവ് തീംസ് ഉണ്ട്. പിന്നെ 100 സ്റ്റോറീസ് ആണുള്ളത് ഇതിനകത്ത്. ബൈബിളിൽ നിന്നുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഓരോ സ്റ്റോറിയും ഓരോ മോറൽ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്ക് ഫ്രഞ്ചിൽ ഇദ്ദേഹം എഴുതിയത് സ്പെക്കുലം മെഡിറ്റാൻഡസ് എന്നുള്ളതാണ്. അതും ഒരു മോറൽ വർക്കാണ്. പിന്നെ ലാറ്റിനിൽ എഴുതിയതെന്ന് വെച്ചാൽ വോക്സ് ക്ലമാൻഡസ്, അത് പെസൻസ് റിവോൾട്ടിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് കറപ്ഷനെ കണ്ടം ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ചോസറുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. റൈറ്റിംഗ് സ്റ്റൈൽ സീരിയസ് ആണ്. കൺഫെഷ്യോ അമാൻഡസ് ആണ് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പോപ്പുലറൈസ് ആക്കാൻ സഹായിച്ചത്. ഡിക്ഷൻ, അതായത് വേർഡ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഓർഡർലി ആയിട്ടാണ് എഴുതുന്നത്. പിന്നെന്താണ്, ലിറ്ററേച്ചറിനെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്ന സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിച്ചാർഡ് ടൂവിൽ നിന്നും ഹെൻറി ഫോറിൽ നിന്നുമൊക്കെ ഇദ്ദേഹം പേട്രണേജ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെ. ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് മോറൽ ഗോവർ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതുന്ന എല്ലാം ഒരു മോറൽ എൻഡിങ്ങിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതായത് ഒരു മോറൽ പോയറ്റാണ്, ഉപദേശിക്കുന്ന പോലെയാണ് ഇദ്ദേഹം എഴുതുന്നത് സത്യം പറഞ്ഞാൽ. സോ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ ഓഫ് ബ്രിട്ടീഷ് ഡ്രാമ, മിറാക്കിൾ, മൊറാലിറ്റി ആൻഡ് ഇൻ്റർലൂഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഡ്രാമ ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഡിവൽ ചേർച്ചിൽ നിന്നാണ്. അതായത് ചേർച്ചസിലൊക്കെ ഓരോന്ന് ഡ്രാമാസൊക്കെ പ്ലേ ചെയ്യത്തില്ലേ, ബൈബിൾ സ്റ്റോറീസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ ഏർലിയസ്റ്റ് പ്ലേസും ലാറ്റിനിലായിരുന്നു. സന്യാസിമാരായിരുന്നു അല്ലെങ്കിൽ മങ്കുകളായിരുന്നു ഇതെല്ലാം ആക്ട് ചെയ്തിരുന്നത്. മിറാക്കിൾ പ്ലേസ് എന്ന് വെച്ചാൽ സന്യാസിമാരുടെ ജീവിതത്തിനെ അടിസ്ഥാനമാക്കിയുള്ള പ്ലേ, ലൈവ്സ് ഓഫ് സെയിൻസ്. മിസ്റ്ററി പ്ലേ എന്ന് വെച്ചാൽ ബിബ്ലിക്കൽ സ്റ്റോറീസ് ആയിരിക്കും. മൊറാലിറ്റി പ്ലേസ് എന്ന് വെച്ചാൽ ഉപദേശങ്ങൾ തരുന്ന അല്ലെങ്കിൽ മോറൽ ലെസൺസ് തരുന്ന പ്ലേ. നമ്മുടെ ഓരോ വിർച്യൂസ് ഉണ്ടല്ലോ, അതായത് ഗുഡ്, ആ വിർച്യൂസ്, നമ്മുടെ ഓരോ നല്ല സ്വഭാവങ്ങൾ, ശീലങ്ങൾ, അതെല്ലാം ക്യാരക്ടേഴ്സായിട്ട് വരും. ഇതെല്ലാം മൊറാലിറ്റി പ്ലേസ് അലിഗോറിക്കലാണ്. എക്സാമ്പിൾ എവ്രി മാൻ എന്നുള്ള പ്ലേ. ഇൻ്റർലൂഡുകൾ എന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ടുള്ള കോമിക് പ്ലേസിനെയാണ് ഇൻ്റർലൂഡ് എന്ന് പറയുന്നത്. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള നാടകത്തിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കോമിക്കൽ എപ്പിസോഡ്സ് വരും, നമ്മളെ ഒന്ന് ഓഡിയൻസിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കോമിക് പ്ലേസിനെയാണ് ഇൻ്റർലൂഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോൺ ഹേവുഡിൻ്റെ 4 പീസ്. പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ P അപ്പോസ്ട്രഫി S ആണ് കേട്ടോ. ഇൻ്റർലൂഡ്സ് വളരെ ഷോർട്ടറാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ചേർച്ചിൻ്റെ അകത്താണ് പെർഫോം ചെയ്തിരുന്നത്. പിന്നീട് അവർ മാർക്കറ്റ് പ്ലേസിലും സ്ട്രീറ്റ്സിലോട്ടൊക്കെ ഇത് മൂവ് ചെയ്തു, ഈ ഒരു പ്ലേസൊക്കെ. പിന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈക്കിളായിട്ടായിരുന്നു പ്ലേസ് ടൗണിൽ പ്ലേ ചെയ്യുന്നത്. യോർക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു, ചെസ്റ്റർ സൈക്കിൾ ഉണ്ടായിരുന്നു, വേക്ക്ഫീൽഡ് സൈക്കിൾസ് ഉണ്ടായിരുന്നു. പെർഫോമൻസസ് എല്ലാം ഫീസ്റ്റ് ഡേയ്സ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനോടനുബന്ധിച്ചാണ് കോയിൻസൈഡ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഈ ബിബ്ലിക്കൽ സ്റ്റോറീസ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിനായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എഡ്യൂക്കേഷണലുമാണ്, എൻ്റർടൈനിങ്ങുമാണ്. കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ മൊറാലിറ്റി പ്ലേ എന്ന് പറയുമ്പോൾ ഗുഡ് ആൻഡ് ഈവിൾ തമ്മിലുള്ളൊരു സ്ട്രഗിള്. അവസാനം ഗുഡ് ജയിക്കുന്നു, ഗുഡ് വിൻ ഓവർ ചെയ്യുന്നു. പിന്നെ ഇൻ്റർലൂഡ്സ് ഞാൻ പറഞ്ഞു, അവർ കുറച്ച് സറ്ററിക്കൽ ഹ്യൂമറസ് ആയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോൺ ഹേവുഡാണ് ഫേമസ് ആയിട്ടുള്ള ഇൻ്റർലൂഡ് റൈറ്റർ. പക്ഷേ റിഫോർമേഷന് ശേഷം ഈ ഒരു ഡ്രാമ എല്ലാം ഡിക്ലൈൻഡായി. പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടിംഗ് കമ്പനീസ് വരാൻ തുടങ്ങി.
അങ്ങനെയാണ് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഷേക്സ്പിയറിന് ശേഷമുള്ള പിന്നെ മാർലോയും ഷേക്സ്പിയർ വന്നു, മാർലോ വന്നു, സ്പെൻസർ, അങ്ങനെയുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങിയത്. ഓക്കെ.